മീറ്റിലേക്ക് സ്വാഗതം. എറണാകുളം പ്രസ് ക്ലബിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ. 3000 പപ്പാനികളും 300ഓളം മാലാഖമാരും അണിനിരക്കുന്ന മൂന്നാമത് വിസ്മയരാവ് ഡിസംബർ 22-ന് നടക്കും. എളംകുളം ഫാത്തിമ മാതാ പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര ലിറ്റിൽ ഫ്ലവർ ദേവാലയ അങ്കണത്തിൽ സമാപിക്കും. ബന്ധങ്ങളൊക്കെ അന്യം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുക. അങ്ങനെയുള്ള പ്രത്യേകമായ സാഹചര്യത്തിലാണ് 6 സഭാ സമൂഹങ്ങളിൽ പെട്ട 9 ദേവാലയങ്ങളുടെ പ്രത്യേകമായ നേതൃത്വത്തിൽ വൈറ്റില കടവന്തറ പ്രദേശത്തിൽ ഉള്ളിലുള്ള എല്ലാ മനുഷ്യരെയും ജാതി മത വ്യത്യാസങ്ങളില്ലാതെ ഒരുമിച്ച് നിൽക്കാനും ഒരുമിച്ച് ഒരു ആഘോഷത്തിൻ്റെ പ്രതീതിയിലേക്ക് എത്തിക്കുകയും ചെയ്യുക. സൂചിപ്പിച്ചതുപോലെ ഹെനോസിസ് എന്ന് പറയുന്ന മിസ്റ്റിക്കൽ യൂണിറ്റിയിലേക്കുള്ള ഒരു വഴിയാണ് ഈ വിസ്മയരാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അത് കഴിഞ്ഞ 2 വർഷങ്ങൾ വളരെ ഭംഗിയായിട്ട് നടന്നു. ഏതാണ്ട് 5000-ത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ ഘോഷയാത്രയും അതോടൊപ്പം തന്നെ ആഘോഷ പരിപാടികളുമാണ് ഇത്. 9 ദേവാലയങ്ങളിൽ നിന്നായി പപ്പാഞ്ഞി വേഷധാരികളായിട്ടുള്ള ഏതാണ്ട് 3000-ഓളം പേരാണ് കഴിഞ്ഞ പ്രാവശ്യം അണിനിരുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പല സമുദായ സ്നേഹികളായ ഒരുപാട് മനുഷ്യരും. ഇതിന് കുറച്ചുകൂടി നിറഭംഗി നൽകുന്നതാണ് മാലാഖ കുഞ്ഞുങ്ങളുടെ സാന്നിധ്യം എന്നുള്ളത്. 9 ദേവാലയങ്ങളിൽ നിന്നായിട്ടുള്ള മാലാഖ വേഷമണിഞ്ഞ കുട്ടികളും ഇതിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെ വരുന്ന ഈ മഹാഘോഷയാത്ര ഈ വർഷം ആരംഭിക്കുന്നത് എളംകുളം ഫാത്തിമ മാതാ പള്ളിയുടെ തിരുമുറ്റത്ത് നിന്നാണ്. അവിടെ നിന്ന് ആരംഭിക്കുന്ന ഈ യാത്ര നമ്മുടെ എസ് റോഡിന്റെ ആ രാജകീയമായ പാത നിറഞ്ഞ് യാത്ര ചെയ്ത് നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ദേവാലയ അങ്കണത്തിൽ വന്ന് അവിടെ വെച്ചാണ് ഇതിൻ്റെ ഔദ്യോഗികമായ മീറ്റിങ്ങുകളും മറ്റും നടക്കുക. ഈ ഘോഷയാത്രയുടെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്നത് അസിസ്റ്റന്റ് കമ്മീഷണർ ബഹുമാനപ്പെട്ട സിബി ടോം അവർകളായിരിക്കും. ഉദ്ഘാടന കർമ്മം അവിടെ നിർവഹിക്കുന്നത് അവിടുത്തെ MLA ശ്രീമതി ഉമാ തോമസ് ആയിരിക്കും എന്നുള്ള കാര്യവും പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൽ എത്തിച്ചേർന്നാൽ അവിടെ നടത്തപ്പെടുന്ന ഈ മഹാസംഗമത്തിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ന്യൂനപക്ഷ കമ്മീഷന്റെ പ്രത്യേകമായ ചുമതലകൾ ഗവൺമെന്റ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന JB കോശി അവർകളായിരിക്കും. അതേ തുടർന്ന് ഉദ്ഘാടന മുഖ്യ അതിഥിയായിട്ട് അന്ന് വരുന്നത് ബഹുമാന്യനായ CSI സഭയുടെ അധ്യക്ഷൻ കുര്യൻ പീറ്റർ മെത്രാനായിരിക്കും. അവിടെ TJ വിനോദ് MLAയും അതോടൊപ്പം തന്നെ ആ പ്രദേശത്ത് നിന്ന് ജയിച്ചു വന്നിട്ടുള്ള 9 കൗൺസിലേഴ്സും അതിൽ പങ്കെടുക്കുകയും ചെയ്യും. ലഘുവായ പൊതുയോഗത്തിന് ശേഷം 9 പള്ളികളിൽ നിന്നായി അവതരിപ്പിക്കപ്പെടുന്ന കലാപരിപാടികളും ഈ കലാപരിപാടികൾക്ക് ശേഷം 4000-ഓളം പേർക്ക് സ്നേഹവിരുന്നും അവിടെ ഒരുക്കിക്കൊണ്ടാണ് ഈ ഒരു സ്നേഹ സംഗമം നടത്തുക. ഈ വർഷവും നിങ്ങൾ വരണം, നമുക്ക് ഒരുമിച്ച് കൂടി സൗഹൃദം പങ്കുവയ്ക്കണം, ഈ കൂട്ടായ്മയിൽ പങ്കുചേരണം.